ഇവിടെ ബാങ്ക് വിളിയെ ബഹുമാനിക്കുന്ന ഒരു അമുസ്ലിം കുടുംബത്തെ നമുക്ക് കാണാം. എത്ര സുന്ദരമാണ് ഈ കാഴ്ച, ഒന്ന് കണ്ടു നോക്കൂ. അതെന്തിനാ അമ്മ ബാങ്ക് കൊടുത്തു നോക്കണേ? അത് വിളക്കെത്തിക്കാനാടാ. വിളക്കെത്തിക്കാനോ? അതിന് വിളക്കും ബാങ്ക് തമ്മിൽ എന്താ കണക്ഷൻ? എൻ്റെ അവിടെ അങ്ങനെ ഒന്നുമില്ല. ഇല്ല എടാ, ഞങ്ങൾ ഈ മലബാറിൽ ബാങ്ക് കൊടുത്താലും വിളക്കെത്തിക്കാം. ബാങ്ക് ബാങ്ക് കൊടുത്തിട്ടോ? അതെ, മലബാറുകാർ ഇങ്ങനെയാണ്. മോന്തിക്ക് വിളക്ക് വെക്കണമെങ്കിൽ പള്ളിയിലെ ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കും. ഈ പവിത്രമായ മതേതരത്തെ തകർക്കുന്ന നികൃഷ്ട ജീവികളെ അകറ്റുക കാരണമാകാം, ഒരു സ്ട്രോക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിന് വരെ കാരണമാകാം. അതേപോലെ ഇതിന് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ, ഹൃദ്രോഗികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മതി ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ. കാരണം ഇത് കാർഡിയക് അറസ്റ്റ് വരെ സംഭവിക്കും. കാരണം പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ബാങ്ക് വിളിയിട്ട് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വന്ന എത്ര പേരുണ്ടോ തന്നെ തറവാട്ടിൽ. ഇസ്ലാം മതം എന്നത് പവിത്രമാണ്. അത് പാവികൾക്ക് പോലും ഇവിടെ അന്നം കൊടുക്കുന്നു. ഇത് ലിയാഖത്ത് അലി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുവാൻ കഠിനമായി അധ്വാനിക്കണമെന്ന് തോന്നിയപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഇസ്ലാം മതത്തെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉപജീവനം നടത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം മതം പാപികൾക്ക് പോലും അന്നം കൊടുക്കുമെന്ന്. ലിയാഖത്ത് അലിയുടെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കേൾക്കാം. ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ, ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു, ഞാൻ അത് നിരാകരിച്ചു. ലിയാഖത്ത് അലി, ആരിഫ് ഹുസൈൻ രണ്ട് ഹിജടകൾ. പച്ചക്ക് പറഞ്ഞാൽ മനുഷ്യ വിസർജനം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന രണ്ട് ഭീകരജീവികൾ. പവിത്രമായ ഇസ്ലാം മതത്തെ കഠിനമായി എതിർക്കുന്ന ഒരു കൂട്ടം നാറിയ മനുഷ്യ ജന്മങ്ങൾ, എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ടങ്ങൾ, തെരുവ് നായകൾ തട്ടിപ്പറിച്ച് തിന്നുന്ന പോലെ തിന്നുന്ന രണ്ട് പുഴുത്ത ജന്മങ്ങൾ. ലിയാഖത്ത് അലി, ആരിഫ് ഹുസൈൻ ഇസ്ലാം മത വിരോധികളിൽ നിന്നും വൻ ഓഫർ പ്രതിഫലം പറ്റിക്കൊണ്ട് ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ടും ഇസ്ലാമോഫോബിയോ വൻതോതിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന